എല്ലാവർക്കും ടെക്ലൈ മലത്തിലേക്ക്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയൽമി GT6 കുറിച്ചാണ്. സോ ഇത് ചൈനയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. April 11 ലോഞ്ച് ആയത്. റിയൽമി GT Neo 6 SE എന്ന് പറഞ്ഞൊരു പേരിലാണ് വന്നേക്കുന്നത്. ഇന്ത്യയിൽ ലോഞ്ചിന്റെ കാര്യം പറഞ്ഞിട്ടില്ല എപ്പോഴാണെന്നുള്ളത്. അറ്റ്ലീസ്റ്റ് 2 to 3 months ചിലപ്പോൾ ലോഞ്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കി ഇതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കാം. 8.7mm ആണ് തിക്നെസ് വരുന്നത്. 191 gram വെയിറ്റ് വരുന്നുണ്ട്. ഗ്ലാസ് ബാക്ക് ആണ് വരുന്നത്. പ്ലാസ്റ്റിക് ഫ്രെയിം വരുന്നുണ്ട്. IP റേറ്റിംഗിൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ മിക്കവാറും അറ്റ്ലീസ്റ്റ് ഒരു IP54 റേറ്റിംഗിലും വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഡിസൈൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡ്യൂറബിലിറ്റി ഉള്ള ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഡിസൈൻ കാണാൻ അടിപൊളിയാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ ഒരു 1.5K 10-bit 120 Hz LTPA AMOLED ആണ് വരുന്നത്. 6000 nits ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. 2160 Hz PWM ഡിമ്മിങ് വരുന്നുണ്ട്, ഫ്ലിക്കറിംഗ് ഒക്കെ കുറയ്ക്കാനായിട്ട്. HDR10+ഉം ഡോൾബി വിഷൻ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ പ്രൊട്ടക്ഷൻ ഒക്കെ കൂടെ വരുന്നത് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ് വരുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാൻ. സോ ഡിസ്പ്ലേ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ പക്ക അടിപൊളി സ്പെക്കാണ് വരുന്നത്. ഡിസ്പ്ലേ കാര്യത്തിലൊക്കെ 6000 nits എനിക്ക് അത്ര വിശ്വാസം പോരാ. 6000 nits വരുവാണെങ്കിൽ തന്നെ ഡിസ്പ്ലേ ഒരു ചെറിയൊരു ഭാഗത്തായിരിക്കും 6000 nits വരുന്നത്. ഫുൾ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ചിലപ്പോൾ അതിൻ്റെ പകുതിയും അല്ലെങ്കിൽ ആ പകുതി വല്ലതും ആയിരിക്കും, അല്ലെങ്കിൽ 2000 nits വല്ലതും ആയിരിക്കും. പിന്നെ ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഹൈ റെസൊല്യൂഷൻ ഓഡിയോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരിക്കും. ഇനി പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ചൈനയിൽ ഇത് സ്നാപ്ഡ്രാഗൺ 7+ Gen 3 വെച്ചാണ് വരുന്നത്. ചിലപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഒരു ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ട്. മിക്കവാറും സ്നാപ്ഡ്രാഗൺ 8S Gen 3 വെച്ചായിരിക്കും വരാൻ പോകുന്നത്. സോ ഈ 7+ Gen 3 ആണെങ്കിൽ നമുക്ക് പ്രൈസ് കുറയും. 8S Gen 3 ആണെങ്കിൽ നമുക്കൊരു അത്യാവശ്യം ഒരു 30,000 35K ആ റേഞ്ചൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സോ 8S Gen 3 സ്പെക്കൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വരാൻ പോകുന്നത് LPDDR5X RAM, UFS 4.0 സ്റ്റോറേജുമാണ് വരാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ആൻറ്റിറ്റ്യൂഡ് സ്കോറിൻ്റെയും ഗിഗ് ബെഞ്ചിൻ്റെ ഒക്കെ സ്കോർ നമുക്ക് നോക്കാം. ആൻറ്റിറ്റ്യൂഡ് വെർഷൻ 10 സ്കോർ നോക്കുവാണെങ്കിൽ 1.5 million മേളിൽ വരും. സോ ഇവിടെ ഞാനിവിടെ GPU സ്കോറും CPU സ്കോറും അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗിഗ് ബെഞ്ച് 6ഉം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പെക്ക് ആണ്. പെർഫോമൻസ് ഒക്കെ വരുന്നുണ്ട്. ഡേ ടു ഡേ ടാസ്കോ ഗെയിമിങ്ങോ കാര്യങ്ങളോ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. പക്കാ സ്മൂത്ത് ആയിരിക്കും. പെർഫോമൻസിന് ഒരു കുറവൊന്നും നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. ഇനി ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ബാക്കിൽ നമുക്ക് ഡബിൾ ക്യാമറയാണ് പറയുന്നത്. ഒരു പ്രൈമറി ഒരു 50 MP f1.9 വരുന്ന സോണി IMX 882 സെൻസറാണ്. OI സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സെക്കൻഡറി വരുന്നൊരു 8 MP അൾട്രാവൈഡ് ആണ്. നമുക്ക് മാക്സിമം പ്രൈമറി സെൻസറിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുക 4K at 60 FPS ആണ് വരുന്നത്. പിന്നെ നമുക്കൊരു സെൽഫി ക്യാമറ വരുന്നുണ്ട്. 32 MP ആണ് വരുന്നത്. 4K 30 FPS നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും ഫ്രണ്ട് ക്യാമറയിൽ നിന്ന്. സോ നമുക്ക് ആകെ യൂസ്ഫുൾ ആയിട്ടൊരു ക്യാമറ എന്ന് പറഞ്ഞാൽ റിയറിൽ ഒരു ക്യാമറയേ ഉള്ളൂ. 50 MP 8 MP പെർഫോമൻസ് നിങ്ങൾക്ക് പിന്നെ അറിയായിരിക്കും. വലിയ ഷാർപ്നെസ്സോ ഒന്നും പ്രതീക്ഷിക്കേണ്ട. അറ്റ്ലീസ്റ്റ് 12 MP എങ്കിലും കൊടുക്കാമായിരുന്നു അൾട്രാവൈഡ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർ ഇപ്പോൾ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. പിന്നെ സെൽഫി ക്യാമറയൊക്കെ അത്യാവശ്യം നല്ല സെൽഫി ക്യാമറയൊക്കെ ആയിരിക്കും. പിന്നെ റിയൽമിയുടെ ഒപ്റ്റിമൈസേഷൻ അവരുടെ കളർ ടോണൊക്കെ അത്യാവശ്യം നല്ലതാണ്. ക്യാമറ പെർഫോമൻസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. ഇനി OSൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ റിയൽമി OI 5.0 ആയിരിക്കും ഇന്ത്യയിൽ വരുമ്പോൾ. Android 14 ആണ് പറയുന്നത്. മിക്കവാറും ഇന്ത്യയിൽ ചിലപ്പോൾ വരുമ്പോൾ Android 15 ആയിട്ട് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പിന്നെ 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റൊക്കെയാണ് വരുന്നത്. സോ അത്യാവശ്യം നല്ല OS സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 5500 mAh ബാറ്ററി വരുന്നുണ്ട്. 100 watts ചാർജർ ബോക്സിൽ കിട്ടും. 0 to 100 ഒരു 30 minutes കൊണ്ട് പ്രതീക്ഷിക്കാം. സ്ക്രീൻ ഓൺ ടൈം ഒരു 8 hours ഒക്കെ എന്തായാലും പ്രതീക്ഷിക്കാം. സോ ബാറ്ററിയുടെ കാര്യത്തിലും ഒരു കോംപ്രമൈസും റിയൽമി വരുത്തിയിട്ടില്ല. ഇനി കണക്റ്റിൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഒബിയസ്ലി ഫോൺ 5G ആണ്. ബാൻഡിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ വരുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ. Wi-Fi 6 ഉണ്ട്, Bluetooth 5.4 ഉണ്ട്, IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. പിന്നെ USB Type-C 2.0 ആണ് വരുന്നത്. പിന്നെ NFC ചൈനയിൽ വരുന്നുണ്ട്. ഇന്ത്യയിലെ കാര്യം അറിയില്ല. സോ പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ മെയിൻ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ പോക്കോ F6 ആണ് വരാൻ പോകുന്നത്. സോ ഇതിൻ്റെ പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു അണ്ടർ ഒരു 35K നിൽക്കാനുള്ള സാധ്യതയുണ്ട്. 8GB 256 ആണ് ബേസ് വേരിയൻറ്റ് വരിക. ടോപ്പ് എൻഡ് എന്ന് പറഞ്ഞാൽ 16GB 512GB ആണ് വരുന്നത്. 35 ആ റേഞ്ചൊക്കെ പ്രതീക്ഷിക്കാം. ടോപ്പ് എൻഡിനൊക്കെ 30,000 സ്റ്റാർട്ട് ചെയ്തിട്ട് 35 നിൽക്കാനാണ് സാധ്യത കൂടുതൽ. ഇപ്പോൾ ഒരു 7+ Gen 3 ആണെങ്കിൽ ഒരു 28K സ്റ്റാർട്ട് ചെയ്താൽ നല്ലൊരു പ്രൈസ് ആയിരിക്കും. 8S Gen 3 ആണെങ്കിൽ മിക്കവാറും 30K ആയിരിക്കും സ്റ്റാർട്ട് വരിക. സോ അത്യാവശ്യം നല്ല സ്മാർട്ട് ഫോണാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. മൾട്ടിമീഡിയ കൺസംഷൻ അടിപൊളിയായിരിക്കും. പെർഫോമൻസ് അടിപൊളിയായിരിക്കും. ക്യാമറ പ്രൈമറി സെൻസറൊക്കെ അടിപൊളിയായിരിക്കും. ബാക്കിയുള്ള സ്പെക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഓവറോൾ ഫുൾ സ്മാർട്ട് ഫോണാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.